വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ കഞ്ചിയാർ അഞ്ചുരുളി മുനമ്പിൽ പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതിയുമായി വനംവകുപ്പ്. ഇതിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുകയാണ്. ഇതിന്റെ ആദ്യപടിയായി പേഴുങ്കണ്ടം കൂപ്പ് ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടർ ആരംഭിക്കുകയും ഗാർഡുകളുടെ സേവനവും ഒരുക്കി. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശനം. ഇടുക്കി ഡാമിന്റെ വിഷ്ണുപ്രദേശമായ അഞ്ചുരുളിയും പരിസര പ്രദേശവും സഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. വനത്താൽ ചുറ്റപ്പെട്ട തുരുത്തുകളടക്കം മികച്ച അനുഭവം സഞ്ചാരികൾ സമ്മാനിക്കും. ഇതോടെ സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തി മടങ്ങുന്നത്. സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു പ്രദേശമാണ് അഞ്ചുരുളി മുനമ്പ്. കാനന പാതകൾ താണ്ടി ഇവിടേക്കെത്തുമ്പോൾ പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകളാണ് ഓരോ സഞ്ചാരിയും കാത്തിരിക്കുന്നത്. പച്ചപ്പ് വിരിച്ച് നീണ്ടുകിടക്കുന്ന മുനമ്പിന്റെ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇതിലൂടെ നടന്നു ചെല്ലുന്നത് കടലിന് സമാനമായ അനുഭൂതി പകരുന്ന അഞ്ചുരുളി മുനമ്പിലാണ്. ഇതുകൂടാതെ പൂർവികരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിന്റെ അടയാളങ്ങൾ എന്ന് വിശ്വസിക്കുന്ന മുനിയറകളുടെ ശേഷിപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ നിരവധി നന്നങ്ങാടികളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം അഞ്ചുരുളി തുരങ്കത്തിൽ നിന്നുമുള്ള വെള്ളച്ചാട്ടവും ഇടുക്കി വന്യജീവി സംഘത്തിന്റെ വിവിധ ഭാഗങ്ങളും കരടിയള്ള എന്നറിയപ്പെടുന്ന ഗുഹയുമെല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ്. മേഖലയിൽ നിരവധി ആളുകൾ രാത്രിയിലും പകലുമായി എത്തുകയും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്തതോടെ വനം വകുപ്പ് ഇവിടേക്കുള്ള സന്ദർശനം വിലക്കിയിരുന്നു. എന്നാൽ ചിലർ വിലക്കുകൾ ലംഘിച്ച് മേഖലയിൽ അതിക്രമിച്ച് കയറുന്നത് തുടർച്ചയായി. സാമൂഹ്യ വിരുദ്ധരായവർ മാലിന്യത്താലും ഈ മേഖലയെ വികൃതമാക്കിയിരുന്നു. കൂടാതെ മേഖലയിലെ അപകടാവസ്ഥയും ആളുകൾക്ക് ഇവിടേക്ക് വിലക്കേർപ്പെടുത്തുന്നതിന് കാരണമായി. നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടെ എത്താൻ തുടങ്ങിയതോടെ പലപ്പോഴും വനം വകുപ്പിന് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്തേക്കെത്തി. ഈ സാഹചര്യമാണ് ഇവിടെ പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതി നടപ്പിലാക്കണമെന്ന ആശയത്തിലേക്ക് വനപാലകരെ എത്തിച്ചത്. തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുവാൻ ഉന്നതാധികാരികൾ അനുമതിയും നൽകി. ഇതില്ലാതെ തന്നെയാണ് നിലവിൽ ആളുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളെ മുൻനിർത്തിയാണ് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുകയും 4 ഗൈഡുകളെ ഉൾപ്പെടെ ഇവിടെ നിർത്തിക്കൊണ്ട് അവരുടെ സുരക്ഷയും മാലിന്യ ഇടാതിരിക്കുക, ഈ ജൈവ സമ്പത്തിനെ സംരക്ഷിക്കുക, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റിവെക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആണ് ഈ ടൂറിസം നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ കുറേ ആളുകൾ വന്നിരുന്നു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും എവിടെയാണ് നമ്മുടെ ടൂറിസം സോൺ എവിടെയാണെന്നും എവിടെയൊക്കെ പോകരുത്, എവിടെയൊക്കെയാണ് അപകടങ്ങളുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ നിയന്ത്രണത്തിലാണിപ്പോൾ ഇനി മുതൽ നമുക്കിത് ഈ ടൂറിസം നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇതിന്റെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുടിക്കാട്ടിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 പേരടങ്ങുന്ന SHG രൂപീകരിച്ച് അതിന്റെ പിന്തുണയോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുൻപ് കാണാനെത്തുന്നവർക്ക് സുരക്ഷ ഒരുക്കാൻ 4 ഗൈഡുമാർ ഉൾപ്പെടെ മേഖലയിലുണ്ടാകും. കൂടാതെ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് നൽകും. പദ്ധതി വിജയകരമാകുകയാണെങ്കിൽ MP, MLA, ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ ഉൾപ്പെടെ ഫണ്ടുകൾ ഉപയോഗിച്ച് കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം മേഖലയിൽ ഒരുക്കി സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും തീരുമാനമുണ്ട്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.